Alhamdulillahi Rabbil Alamin. Allahumma salli ala Sayyidina Muhammadin wa ala Ali Muhammadin wa barik wa sallim. Rabbi yassir wa la tu'assir wa tammim bil khair. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi zidna ilma. Assalamu alaikum girls. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറ അൽ ഇമ്രാനിലെ ആയ നമ്പർ 190 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര വരെ പോകുന്നു നോക്കാം. ഓക്കെ, അപ്പൊ ഈ ആയയുടെ റെവലേഷനിൽ ബിഹൈൻഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻസിഡന്റ് ഉണ്ട്. പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം വി നോ ദാറ്റ് ഹി യൂസ് ടു റിസീവ് റെവലേഷൻസ് ഫ്രം ജിബ്രീൽ അലൈഹി ഇസ്ലാം. പിന്നെ അല്ലാതെ തന്നെ ഡയറക്ട്ലി പ്രൊഫറ്റ് സല്ലല്ലാഹുവിന് റെവലേഷൻസ് കിട്ടുമായിരുന്നു. അപ്പോൾ വൺസ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് റെവലേഷൻസ് വന്നു. അപ്പോൾ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊന്ന് can I go and talk to my Lord? ഞാൻ പടച്ചവന്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത്. സുബ്ഹാനല്ലാഹ്, പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ ചോദിക്കണോ? സുബ്ഹാനല്ലാഹ്, ജസ്റ്റ് ഇമാജിൻ. അപ്പൊ അവിടെ എന്താണ് അവിടെ നിന്നൊരു ലെസൺ ഉണ്ട്. എന്താണ്? ദാറ്റ് ഇസ് കോൾഡ് മാനേഴ്സ്, യുനോ. അപ്പൊ ഫാമിലി ലൈഫിലെ ഡീലിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിപ്പാണത്, ഒരു മെസ്സേജാണത്. അപ്പം വെൻ യു ഗോ ത്രൂ ഖുറാൻ യു ഗെറ്റ് ലോട്ട് ഓഫ് ലെസൺസ്. മനസ്സിലായോ? അപ്പൊ അത് നമ്മളുടെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എപ്പോഴും നമ്മളുടെ മൈൻഡ് ഓപ്പൺ ആയിരിക്കണം. ഓക്കെ, അപ്പൊ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ ചോദിച്ചു. ഹി വെന്റ്, ഓക്കെ, ഹി ടുക്ക് വുദു ആൻഡ് ഹി സ്റ്റാർട്ടഡ് പ്രേയിങ്. ദെൻ അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞാൻ ഇതുവരെ കേൾക്കാത്ത കുറച്ച് ആയകൾ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം റിസൈറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. ഓക്കെ, ആ ആയകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പൊ ഒന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞോണ്ടാണ് റിസൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഹി വെന്റ് ടു റുക്കു ആൻഡ് ദെൻ ഹി വെന്റ് ടു സജിദ. അവിടെ കുറെ നേരം കരഞ്ഞ ഒരു പൂൾ ഓഫ് കണ്ണുനീര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഫജർ ബാങ്ക് കൊടുത്തു. പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരാത്തോണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, വാട്ട് ഈസ് ഹാപ്പനിങ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യു ആർ നോട്ട് കമ്മിങ് ടു ലീഡ് ദ പ്രേയർ എന്ന് പറയുമ്പോൾ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹൗ കെൻ യു കോൾ മീ ഫ്രം ഹിയർ വെൻ ഐ എം ടോക്കിംഗ് ടു മൈ ലോർഡ് വെൻ അല്ലാഹ് ഹാസ് ഗിവൻ മീ സച്ച് ബ്യൂട്ടിഫുൾ ആയാസ് എന്നാണ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സോ ദിസ് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഓഫ് ദിസ് ആയ. ഓക്കെ, ദീസ് ആയാസ്. അപ്പൊ നമ്മള് ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഫ്റ്റർ ഹി പാസ്ഡ് അവേ, ഓക്കെ, സഹാബാസ് ഭയങ്കരമായിട്ട് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ് ചെയ്യായിരുന്നു. ആ സമയത്ത് സഹാബാസ് വന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു, എന്തെങ്കിലും ഒന്ന് പറ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചിട്ട്, സംതിങ് ബ്യൂട്ടിഫുൾ അബൌട്ട്, സംതിങ് അമേസിംഗ് അബൌട്ട് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ക്യാൻ യു ഷെയർ സംതിങ് എന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതാണ്, എവ്രിതിങ് ഈസ് അമേസിംഗ് അബൌട്ട് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എവ്രിതിങ്, ബട്ട് വൺ സ്റ്റോറി ഐ വിൽ ടെൽ യു എന്ന് പറഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഒരു ഇൻസിഡന്റ് നറേറ്റ് ചെയ്തത്. ബട്ട് ഷീ വാസ് ബിഹൈൻഡ് എ കർട്ടൻ വെൻ ഷീ വാസ് ടോക്കിംഗ് ടു ദ സഹാബാസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആയാസിലേക്ക് വരാം. ഇതില് ഈ ആയയിൽ പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്, പടച്ചോൻ നമുക്ക് 2 ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാ? ഹാർട്ടും മൈൻഡും. ഹാർട്ട് നെഞ്ചിന്റെ ഉള്ളിൽ, മൈൻഡ് തലയുടെ ഉള്ളിൽ. അപ്പൊ നെഞ്ചും തലയും. ഓക്കെ, 2 ഗിഫ്റ്റ് പടച്ചോൻ തന്നിട്ടുണ്ട്. പടച്ചോൻ പറയുന്നത്, നമ്മള് മനുഷ്യര് ഈ 2 സാധനവും, ഹാർട്ടും തലയും, വൈസ്ലി യൂസ് ചെയ്യുക. ബുദ്ധി ഉപയോഗിച്ചാൽ മതി. യു വിൽ കം ടു എ കൺക്ലൂഷൻ. ദർ ഇസ് എ ഗോഡ് ആൻഡ് ദർ ഇസ് എ ജഡ്ജ്മെന്റ് ഡേ ആൻഡ് ദർ ഇസ് എ നീഡ് ഫോർ ഗൈഡൻസ് ഫോർ ദ ഹ്യൂമാനിറ്റി. ഒരു മനുഷ്യനും നമുക്ക് പറഞ്ഞു തരണ്ട. ഈ 2 സാധനം പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. ആരുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഹി വിൽ കം ടു ദ കൺക്ലൂഷൻ ഓൺ ഹിസ് ഓൺ. Got it? So that is what we are trying to say. അപ്പൊ ഇതൊരു ഈ 3-4 ആയാസ് ഒരു സ്റ്റോറി പോലെയാണ്. ഇപ്പൊ ഒരാള് പകച്ചു നിൽക്കുകയാണ്, ഞാൻ എവിടെയാണ്, എന്റെ പേർപ്പസ് എന്താണ്, ഹൗ ഡു ഐ ഗോ അബൌട്ട് ഇൻ ദിസ് ലൈഫ്, ഐ എം ബോൺ ഇൻ ദിസ് വേൾഡ്, വാട്ട് ഷുഡ് ഐ ഡു, ഹൗ ഡു ഐ ഗോ അബൌട്ട് എന്ന് ഒരു മനുഷ്യൻ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ആയാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, and how does he reach the conclusion that there is God, there is a purpose for his life, okay, and he needs guidance, all these things, how does he reach that conclusion? അപ്പൊ ഇപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്താൽ മതി, നമ്മൾ ഇവിടെ നിൽക്കുകയാണ്, നമ്മൾ പെട്ടെന്ന് വൺ ഫൈൻ മോർണിംഗ് നമ്മൾ റിയലൈസ് ചെയ്യുന്നു, ഓക്കെ, ഞാൻ ഈ ദുനിയയിൽ ജീവിച്ചു, എന്തിനാണോ പടച്ചോൻ എന്നെ ക്രിയേറ്റ് ചെയ്തത്, why has he created me, what is the purpose of my life, what should I do, how do I go about എന്നിങ്ങനെ വാവിളിച്ച് നമ്മൾ നിൽക്കണം. ഓക്കെ, now let's come to the ayah. അപ്പോൾ ഈ ആയ ഞാൻ ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ടൊന്നും വായിക്കാനൊന്നും പോകുന്നില്ല. അതിൽ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ പടച്ചോൻ പറയാണ്, യാതൊരു സംശയമില്ല, when it comes to the creation of the skies and the earth, okay, and
വെൻ ഇറ്റ് കംസ് ടു ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ ഡേ ആൻഡ് നൈറ്റ് എന്നാ പറയണേ. എന്താണ് ഈ ഫൈറ്റ് ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ്? വഖ്തിലാഫിൽ ലൈലി വന്നഹാരി എന്നാണ് പറയുന്നത്, ഫൈറ്റ് ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ്. അപ്പൊ ഇവിടെ പഠിച്ചത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സാധാരണ ആൾക്കാർക്ക്, സാധാരണ നമ്മളെ പോലെയുള്ള ആൾക്ക് രാവിലെ ആവണം രാത്രിയാവണം, രാത്രിയാവണം രാവിലെ ആവണം, രാവിലെ ആവണം രാത്രിയാണ്. ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ഓൺ ലൈക്ക് ദാറ്റ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന കാര്യം. നോബഡി ഈസ് ബോതർഡ് അബൌട്ട് ഇറ്റ്. അത് പഠിച്ചോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മളത് ആരാണ് ചെയ്യുന്നത്, എങ്ങനെ, ഇതൊന്നും നമ്മളെ എന്താണ് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് ഈ ദുനിയയും കൊണ്ട് ബഹളം വെച്ച് നടക്കലാണ് നമ്മളുടെ പരിപാടി. അപ്പൊ പഠിച്ചവൻ ഇവിടെ ക്ലിയർ ആയിട്ട് പറയാണ്, ദേ ആർ ഫൈറ്റിംഗ്. ഡേയും നൈറ്റും ഫൈറ്റ് ചെയ്യാണ്. ഒരു പ്രാവശ്യം നൈറ്റ് വിൻ ചെയ്യും, അപ്പൊ രാത്രി വരും. പിന്നെ ഡേ വിൻ ചെയ്യും, അപ്പൊ ഡേ വരും. അപ്പൊ ഇവര് തമ്മിൽ എന്നും അടിയാണ്, ആരാണ് വരണ്ടെന്ന് ചോദിച്ചാൽ. അപ്പൊ ഡേ വൈകിട്ടാവുമ്പോൾ കൂടെ നൈറ്റ് ടേക്ക് ഓവർ ചെയ്യും, രാവിലെ ആവുമ്പോൾ കൂടെ ഡേ ടേക്ക് ഓവർ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇവരുടെ അടിയാണെന്നാണ് പഠിച്ചവൻ പറയുന്നത്. അപ്പൊ പഠിച്ചവൻ പറയുന്നത് നോർമൽ ആൾക്കാർക്ക് ഇതൊന്നുമല്ല, പക്ഷെ പീപ്പിൾ ഓഫ് വിസ്ഡം, ഓക്കെ, അവർക്ക് ഇത് വലിയൊരു കാര്യമാണ്. People of wisdom realize that, see, this is not a normal thing. This cannot happen on its own. There is something taking care of it behind it. Understand? അപ്പൊ പഠിച്ചോൻ ഈ വിസ്ഡം ഉള്ള ആൾക്കാർക്ക് പഠിച്ചോൻ ഒരു ടൈറ്റിൽ ഈ ആയിൽ കൊടുത്തിട്ടുണ്ട്, ഊലുൽ അൽബാബ്. ഈ ഊലുൽ അൽബാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ മൈൻഡുള്ള ആൾക്കാരാണ്. പീപ്പിൾ ഹൂ പോസസ് ക്ലീൻ മൈൻഡ്. അവരെന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത ചവറുകളൊന്നും ചിന്തിച്ചും പ്രവർത്തിച്ചും ഒന്നും അവരുടെ സമയം കളയാത്ത ആൾക്കാരാണ്. അപ്പൊ ഇവര് പോണ്ടർ ചെയ്യും, എന്താണ് ഈ രാവിലെ വന്നത് രാത്രി വന്നത് എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു വേറെ എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പൊ ഈ ചുറ്റുമുള്ള നേച്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ് പഠിച്ചോൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന്, ഈ ഹോൾ വേൾഡ് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ മേളുണ്ടെന്ന് വളരെ ക്ലിയർ ആണ്. ഇഫ് യു ആർ എ പേഴ്സൺ ഫ്രം ഊലുൽ അൽബാബ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വിൻഡ് എടുക്കാം. വിൻഡ്, ബ്രീസ്, കാറ്റ്. ഓക്കെ, വിൻഡ് എടുക്കുകയാണെങ്കിൽ വിൻഡ് എന്തൊക്കെ, ഈ വിൻഡിന്റെ ജോലി എന്താണ്? വിൻഡ് ക്യാരീസ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, വിൻഡ് ക്യാരീസ് ദ ക്ലൗഡ്സ്, വിൻഡ് ക്യാരീസ് ദ ഡസ്റ്റ് ആൻഡ് വിൻഡ് ക്യാരീസ് എവറിത്തിങ്. ഓക്കെ, അപ്പൊ വിൻഡിന്റെ ജോലി അതാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പോളൻ ഗ്രെയിൻസിനെ വിൻഡ് ക്യാരി ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടിരുന്നു. അപ്പൊ പോളൻ ഗ്രെയിൻസ് വെറുതെ വളരൂലല്ലോ, അതിന് വെള്ളം വേണം. അപ്പൊ വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരും? വിൻഡ് ക്ലൗഡ്സിനെയും കൊണ്ടുവന്നിട്ട് മഴ പെയ്യുന്നു. മഴ പെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചെടികൾ വരണം. ആ ചെടികൾ ആര് തിന്നണു? ആനിമൽസ് തിന്നണു, ഇല്ലേ? ആ ആനിമൽസിനെ ആര് തിന്നണു? നമ്മൾ തിന്നണു. ഐ മീൻ പശു, കോഴി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ബാക്കി വൈൽഡ് ആനിമൽസ് അല്ല കേട്ടോ. ഇനിയിപ്പോ മരങ്ങൾ ഉണ്ടാവണം. മരങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് വാട്ട് ഹാപ്പൻസ്? മരങ്ങളാണല്ലോ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓക്സിജൻ ആര് ബ്രീത് ചെയ്യണു? നമ്മള് ഹ്യൂമൻ ബീങ്സ് ബ്രീത് ചെയ്യണു, ഇല്ലേ? അപ്പൊ ഇവിടെ എന്താ നടക്കണേ? ഇതൊരു സൈക്കിളാണ്. ഇതിപ്പോ ബയോളജി ഒക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എന്നെ പുച്ഛിച്ചു വിടരുത് പ്ലീസ്. പക്ഷേ ഇതൊരു സൈക്കിളാണ്, ഇതൊരു ഹ്യൂമൻ സൈക്കിൾ, ഇതൊരു സൈക്കിൾ ഓഫ് ദിസ്, ഈ ഒരു ലോകത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുച്ഛിച്ചു വിടുന്ന കാറ്റിന് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, നമ്മളൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ നടക്കണ ഈ ഒരു കാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ലൈഫ് ഉണ്ടാവില്ല എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. മനസ്സിലായ? ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ആൻ അമേസിംഗ് റെവലേഷൻ? സുബ്ഹാനല്ലാഹ്, ഊലുൽ അൽബാബൊക്കെ ആയി തുടങ്ങിയ നമ്മള്. അല്ലാഹു അക്ബർ. ഈ പോളൻ ഗ്രെയിൻസിനെ കാറ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ ചെടിയില്ല, ചെടിയില്ലെങ്കിൽ ആനിമൽസിന് വിശക്കും. ഓക്കെ, ചെടി വളരണമെങ്കിൽ വെള്ളം വേണം, ആ വെള്ളം കൊണ്ടുവരണമെങ്കിൽ ക്ലൗഡ്സ് വേണം, ക്ലൗഡ്സ് വേണമെങ്കിൽ കാറ്റ് വേണം. അപ്പൊ കാറ്റില്ലെങ്കിൽ ഒന്നും നടക്കൂലെന്ന്. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഹോൾ ക്രിയേഷൻസ്, ഈ ലോകത്തുള്ള എല്ലാ ക്രിയേഷൻസും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഡിപ്പാർട്ട്മെന്റാണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ ഹാർമോണിക്കലി വർക്ക് ചെയ്യാണ്, ഹാർമോണിയസ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഫോർ എ മച്ച് ഹയർ പർപ്പസ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിക്കുക, ഒരു ദിവസം സണ്ണില്ലെങ്കിൽ സണ്ണ് പറയാണ് ഞാൻ ഇന്ന് ഉദിക്കണില്ല, എനിക്ക് ഇന്ന് ബോറടിക്കണേ, എനിക്കിത് ഭയങ്കര ക്ഷീണം, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ് സണ്ണ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കേ, ഈ ലോകത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കേ, ഇല്ലേ? നമ്മൾ ആലോചിക്കണം. പക്ഷേ ഊലുൽ അൽബാബ്. അപ്പൊ സ്കൈ, എർത്ത്, ക്ലൗഡ്സ്, വിൻഡ്, the forest, the trees, animals, humans, everything is harmoniously working together. Subhanallah. പിന്നെ ഡേയും നൈറ്റും നമുക്ക് വേണം. ഒരു സാധനം ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ടപ്പോവുകയാണ്, അല്ലെ? ചില രാജ്യങ്ങളിൽ 6 മാസം ഡേ ഇല്ലാത്തത് അല്ലെങ്കിൽ 6 മാസം നൈറ്റ് ഇല്ലാത്ത കൺട്രീസ് ഉണ്ട്. അവിടെയെല്ലാം പ്രോബ്ലംസ് ഉണ്ട്. യുനോ, സൺലൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് ദ പീപ്പിൾ ഹാവ് ഇമോഷണൽ പ്രോബ്ലംസ്, സൂയിസൈഡൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ബേസിക്കലി ഈ സൺലൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ്. സോ അമേസിങ്, റൈറ്റ്? സണ്ണും ഒക്കെ ആയിട്ട് നമുക്കൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്.
പിന്നെ നമുക്ക് ഇപ്പൊ ഒരു വണ്ടി ഉണ്ടാക്കാം, ഒരു മേശ ഉണ്ടാക്കാം, ഒരു ചെയർ ഉണ്ടാക്കാം, ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കാം, ഒരു ട്രെയിൻ ഉണ്ടാക്കാം. ഇതെല്ലാം നമുക്ക് മനുഷ്യർക്ക് പറ്റും. പക്ഷേ ഇതിനുള്ള റോ മെറ്റീരിയൽസ്, ഇപ്പൊ ഒരു ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ മരം വേണം. മരം എവിടെ നിന്ന് കിട്ടും? മരം നമുക്കിങ്ങനെ സയന്റിഫിക് ആയിട്ട് ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. വെള്ളം സയന്റിഫിക് ആയിട്ട് ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്? ഇല്ല. ഇതൊക്കെ റോ മെറ്റീരിയൽസ് പഠിച്ചവൻ നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്ന സാധനമാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഈ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി? കമോൺ ഉലുൽ അൽബാബ്, തിങ്ക്. അപ്പൊ പഠിച്ചോൻ ഇനി ആയ നമ്പർ 191 പഠിച്ചോൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം എന്ന് പറഞ്ഞ ആരൊക്കെയാണ് ദോസ് ഹു തിങ്ക് അബൌട്ട് അല്ലാഹ് എന്ന് വെച്ചാൽ നെഞ്ചിനുള്ളിൽ പഠിച്ചവൻ വരുന്നത് എങ്ങനെ? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും പഠിച്ചോനെ ഓർക്കുന്ന നെഞ്ചിന്റെ ഉള്ളിൽ പഠിച്ചോനുള്ള ഒരാള്. അയാൾ എന്താ ചെയ്യുന്നത്? വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി. ഇദ്ദേഹം പിന്നെ തിങ്ക് ചെയ്ത് തുടങ്ങും. ഹാർട്ടിന്റെ ഉള്ളിൽ പഠിച്ചോ വന്നു കഴിയുമ്പോൾ ഇദ്ദേഹം തിങ്ക് ചെയ്ത് തുടങ്ങും. എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകം പഠിച്ചോൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എന്തിനാണ്? ഇറ്റ്സ് നോട്ട് ആൻ ആക്സിഡന്റ്. ദർ ഇസ് എ പേർപ്പസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോ ഒരു ലോകം ഇങ്ങനെ ഒരു ഇത്രയും ഹാർമോണിയസ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹെൽപ്പും ഇല്ലാണ്ട് ആരുടെ ഹെൽപ്പിലാണ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സോ ദർസ് എ റീസൺ ബിഹൈൻഡ് മൈ ബർത്ത് ആൻഡ് ദർസ് എ പർപ്പസ് ഫോർ മീ ഇൻ ദിസ് ലൈഫ് എന്ന് റിയലൈസ് ചെയ്യുന്ന ആ സെക്കൻഡിൽ ഇദ്ദേഹം പറയുന്നു, ഓ അല്ലാ, നെക്സ്റ്റ് പറയുന്നതാണ്, പഠിച്ചോനെ, ഐ നോ ദാറ്റ് യു ഹവ് നോട്ട് ക്രിയേറ്റഡ് മീ ഫോർ നോ റീസൺ. എനിക്കറിയാം. അപ്പൊ ഇദ്ദേഹത്തിന് ടെൻഷൻ ആവും. അപ്പൊ ഇദ്ദേഹം പറയണം, അപ്പൊ റീസൺ എന്താണ്? ഐ ഹാവ് ടു ഫുൾഫിൽ മൈ റീസൺ. വാട്ട് എവർ ദ റീസൺ ബി, ഐ ഹാവ് ടു ഫുൾഫിൽ ദിസ് റീസൺ. അപ്പൊ പറയാണ്, അപ്പൊ ആ റീസൺ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ പഠിച്ചോനെ എനിക്കറിയാം, ഐ വിൽ ബി പണിഷ്ഡ്. ആൻഡ് അല്ലാ, നീ ആരെയാണോ ഫയറിലേക്ക് കൊണ്ടുപോകുന്നത്, ഐ നോ ദാറ്റ് ദേ ആർ ഹ്യൂമിലിയേറ്റഡ്. അവര് ഡിസ്ഗ്രേസ്ഡ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ അവരെല്ലാം റോങ് ഡൂവേഴ്സ് ആണ്. അവർക്ക് ഒരു ഹെൽപ്പും ഇല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് പഠിച്ച തമ്പുരാനെ പ്ലീസ് ഡോണ്ട് പുട്ട് മീ ഇൻ ഹെൽ ഫയർ എന്ന് ഇദ്ദേഹം പറയാണ്. അപ്പോ ഈ ഉലുൽ അൽബാബ് ഗൈ ഇദ്ദേഹം ഇങ്ങനെ സ്വന്തമായിട്ട് പഠിച്ചവൻ ഹാർട്ടിൽ വന്നു, പോണ്ടർ ചെയ്തു, ഈ ലോകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പർപ്പസ് ഉണ്ട്, എനിക്കൊരു പർപ്പസ് ഉണ്ട്, എനിക്കത് ഫുൾഫിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കി എന്നെ അതുകൊണ്ട് പണിഷ് ചെയ്തതെന്ന് പറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഹി ഡസൻ നോ അബൌട്ട് പ്രോഫിറ്റിനെ കുറിച്ചിട്ടോ ഖുറാനെ കുറിച്ചിട്ടോ ഇസ്ലാമിനെ കുറിച്ചൊന്നും ഇദ്ദേഹം അവെയർ അല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഒൺലി തിങ് ദാറ്റ് ഹി ഹാസ് റിയലൈസ് ദാറ്റ് ദർ ഇസ് എ ഗോഡ്, ദർ ഇസ് സമ്മൺ ഹു ഇസ് കൺട്രോളിംഗ് ദ ഹോൾ വേൾഡ് എന്ന് മാത്രം മനസ്സിലാക്കി നിൽക്കുന്ന അവസ്ഥയിൽ then we are coming to the next ayah. Ayah number 193. Rabbana innana sami'na munadiyan yunadi lil imani. Subhanallah. അപ്പൊ പറയാണ്, അപ്പൊ അവര് കേൾക്കാണ്. അപ്പൊ ഇങ്ങനെ പകച്ചു നിൽക്കാണ്, ഞാൻ എങ്ങനെയാണ് എന്റെ പേർപ്പസ് ഫുൾഫിൽ ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന സമയത്ത് ദാ ഒരു വിളി കേൾക്കുന്നു. എവിടെ നിന്നും? വി ഹേർഡ് എ കോളർ കോളിംഗ് ടു ഫെയ്ത്ത്. ഈമാനിലേക്ക്, ഇസ്ലാമിലേക്ക് വിളിക്കുന്ന ഒരു ഒച്ച ഞാൻ കേൾക്കാണ്. ബിലീവ് ഇൻ യുവർ ലോർഡ് എന്ന് എന്നോട് പറയുന്നു. ആൻഡ് വി ഹാവ് ബിലീവ്ഡ് അല്ലാ. അപ്പൊ ഇദ്ദേഹത്തിന് വിളി കിട്ടുകയാണ്, പടച്ചോന്റെ വിളി കിട്ടുകയാണ്, ഇസ്ലാമിന്റെ വിളി കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ? ഗൂസ് ബംസ് വന്നിട്ടാ. സുബ്ഹാനല്ലാഹ്, വി ഹാഡ് ബിലീവ്ഡ്, സോ ഹി ഹാസ് കം ടു ഇസ്ലാം. നൗ വാട്ട്? ഇനി ഈ ആയുടെ നെക്സ്റ്റ് പാർട്ട് ഇസ് എൻ അമേസിംഗ് ദുവ. നമ്മൾ ഇത് റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും പറയേണ്ട ഒരു ദുവ ആണ്. ചെറിയൊരു ദുവയാണ്. ഇറ്റ്സ് അമേസിംഗ് ദുവ. ഓക്കെ, അപ്പൊ ഇത് റിയലൈസേഷൻ കിട്ടി. ഹീസ് ടോക്കിംഗ് ടു അല്ലാഹ്. റബ്ബന ഫഗ്ഫിർ ലന ദുനൂബന. ഓ അല്ലാഹ്, സോ forgive us our sins. വകഫിർ അന്ന സയ്യിആതിന. bury away our dirty deeds, misdeeds, bury away. Subhanallah. وَتَوَفَّنَا مَعَ الْأَبْرَارِ. Subhanallah. And cause us to die. With whom? With the righteous. Subhanallah. ഒന്നൂടെ ദുആ പറയാം. ഓ അല്ലാഹ്, forgive our sins, okay, and bury away our dirty deeds. ഞങ്ങളുടെ വൃത്തികെട്ട സാധനങ്ങളെല്ലാം കുഴിച്ചിട്ടുക, okay, and ഞങ്ങളെ മരിപ്പിക്കുക. കോസസ് ടു ഡൈ വിത്ത് ദ റൈച്ചസ് പീപ്പിളുടെ കൂടെ മരിക്കാൻ ഇടവരുത്തുക എന്ന് അവര് പഠിച്ചുകൊണ്ടുകൊണ്ട് ദുആ ചെയ്യാണ്. ബിക്കോസ് ദേ റിയലൈസ്ഡ് ഇസ്ലാം ഹാസ് എ പർപ്പസ്, ഹി ഹാസ് എ പർപ്പസ്, ഹിസ് ലൈഫ് ഹാസ് എ പർപ്പസ്. സോ നൗ ഹി ഹാസ് റിയലൈസ്ഡ് എവറിഥിങ്. ഹി ഹാസ് കം ടു ഇസ്ലാം. Subhanallah. This is exactly what I experienced when I
started practicing Islam, when I came to know about Islam. Subhanallah. So I can totally relate to this ayah. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. നമ്മൾ ഇസ്ലാമിനെ ബിലീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇസ്ലാമിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പേരൻസിന്റെ അടുത്ത് നമുക്ക് പൈസയോ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്ന പോലെ ഇസ്ലാം നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ കൺവിൻസ്ഡ് ആയിട്ട് പുറത്തേക്ക് വരേണ്ട ഒരു സാധനമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് സബ്മിസീവായിട്ട് പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യും. ഒരാൾ നമ്മളെ പുറത്തുനിന്ന് ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയും നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, പിന്നെ നമ്മൾ ഇസ്ലാമിനോട് വെറുത്തു പോവും, അങ്ങനെയാവും. അപ്പൊ അതുകൊണ്ട് ദർ ഇസ് നോ ഫോഴ്സിങ് ഇൻ ഇസ്ലാം. അത് പഠിച്ചവൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാളെയും ഇസ്ലാമിലേക്ക് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. യു ക്യാൻ ഗീവ് ദം ദ തോട്ട്സ്, യു ക്യാൻ ഗീവ് ദം ഐഡിയാസ്, യു ക്യാൻ ടോക്ക് ടു ദം അബൌട്ട് ഇസ്ലാം, യു ക്യാൻ നോട്ട് ജഡ്ജ് ദം, യു ക്യാൻ നോട്ട് പോയിന്റ് ഫിംഗേഴ്സ് അറ്റ് ദം. Just inform them about Islam and show yourself. You are a role model. You are a definition of Muslim. So you behave like a Muslim. They will naturally get attracted to it. Understand? So there is no forcing in Islam. That's very important. Always remember that. ഇപ്പൊ നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത് നിങ്ങളുടെ പാരന്റ്സ് മുസ്ലിം ആയതുകൊണ്ടാണെങ്കിൽ there is a deficiency in that. You have to get convinced and start practicing on your own. But once you realize, once you started reflecting on what is happening around and you realize, yes, there is a purpose for my life, you hear a call from someone outside calling you to Islam, boom, you are a Muslim. Alhamdulillah. Now you start doing things. Now you will enjoy Islam. That's the beautiful part of Islam. Then you will enjoy it. Once somebody is forcing you into it, you will never enjoy. You'll hate it. You'll move away from it. Once you realize it, you start enjoying it. It's subhanallah. It's an amazing religion. You have to be in it. You have to understand it properly to enjoy it. പിന്നെ നമ്മൾ ഇസ്ലാമിൽ കുറെ റൂൾസും റെഗുലേഷൻസും പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാത്തിലും നമ്മൾ ലോജിക്ക് തപ്പാൻ നടക്കേണ്ട കാര്യമില്ല. ബിക്കോസ് വൺസ് യു ആർ കൺവിൻസ്ഡ് ദാറ്റ് ദർ ഇസ് അല്ലാഹ്, വൺസ് യു ആർ കൺവിൻസ്ഡ് ദാറ്റ് ദർ ഇസ് സംബഡി കൺട്രോളിംഗ് ദിസ് ഹോൾ വേൾഡ് ആൻഡ് ദർ ഇസ് എ പർപ്പസ് ഫോർ യുവർ ലൈഫ്, and you are sure about Prophet Sallallahu Alaihi Wasallam, and you completely believe in the angels and the books he sent, everything, അത്രയും ഭാഗം നിങ്ങൾ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ forget everything. Complete submission to Islam, complete submission to Allah. സമയന വ അതാന, ലിസൺ ആൻഡ് ഒബേ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്തുകൊണ്ടാണ് പടച്ചോൻ ഇൻട്രസ്റ്റ് ഹറാമാക്കിയിരിക്കുന്നത്? എന്തുകൊണ്ട് 5 നേരം നിസ്കരിക്കുന്നത് 4 നേരം പോരെ? എന്തുകൊണ്ട് 2.5%, 1% കൊടുത്താൽ പോരെ സക്കാത്ത്? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് തലമുണ്ടാക്കി വെറുതെ സമയം കളയണ്ട. നമ്മളുടെ റീസൺ എന്തായിരിക്കണം? ഞാൻ സക്കാത്ത് കൊടുക്കണു, ഞാൻ 5 നേരം നിസ്കരിക്കുന്നു. Not because I have any logical reason. It is just because Allah said. Allah likes it. Allah wants us to do it. I'm doing it. And if you don't want to, and if Allah says no to something, I say double no to it. Atrey ullu. If Allah say yes, I say double yes. If Allah say no, I say double no. Simple. Keep all your logic away. Complete submission. Inshallah. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും ഗേൾസ്.